മുഗ്ധഭാവൈः ആസ്വാദ്യമാന നിജവേണുവിനോദനാദം ആക്രീഡതാം അരുണപാദസരോരുഹാഭ്യാം ആർദ്രേ മദീയഹൃദയേ ഭുവനാർദ്രമോജഃ. ഒന്നുകൂടെ വായിക്കാം. അവ്യാജമഞ്ജുളമുഖാംബുജമുഗ്ധഭാവൈർ ആസ്വാദ്യമാന നിജവേണുവിനോദനാദം ആക്രീഡതാം അരുണപാദസരോരുഹാഭ്യാം ആർദ്രേ മദീയഹൃദയേ ഭുവനാർദ്രം ഓജഃ. വാക്കുകളൊന്ന് പരിചയപ്പെടാം. അവ്യാജ മഞ്ജുള മുഖാംബുജ മുഗ്ധഭാവൈഃ. പിന്നെ ആസ്വാദ്യമാന നിജവേണു വിനോദനാദം ആക്രീഡതാം അരുണപാദസരോരുഹാഭ്യാം ആർദ്രേ മദീയഹൃദയേ ഭുവനാർദ്രം ഓജഃ. അതായത് ഭഗവാന്റെ ആക്രീഡതാം കളിയാടണമേ. എന്ത് കളിയാടണമേ എന്നാണ് പറയുന്നത്? എന്ത് കളിയാടണമേ എന്നാണ് പറയുന്നത്? ഭഗവാന്റെ ആ രൂപം, ആ വേണുനാദം ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മുഖത്തെ ഭാവങ്ങളും അതുപോലെ തന്നെ തുടുത്ത ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളും ഇവിടെ മനോഹാരിത, ആ ഭംഗിയെയാണ് ആ സൗന്ദര്യത്തെയാണ് ആ ഭഗവാന്റെ ലോലമായ പാദത്തിൻ്റെ ആ സുന്ദരമായ ശോഭയേറിയ പാദത്തിൻ്റെ വർണ്ണനമാണ് ഇവിടെ 2-3 ശ്ലോകങ്ങളിലതാണ് വരുന്നത്. ഇത് അതുപോലെ തന്നെ നല്ലൊരു ശ്ലോകമാണ്. അത് വ്യാജമല്ലാത്തത്, ഒന്നും കൃത്രിമമായിട്ടുള്ളതല്ല, അകൃത്രിമമായിട്ടുള്ള സുന്ദരമായ ആ മുഖാംബുജം എന്ന് വെച്ചാൽ അരവിന്ദം പോലെ ഭംഗിയുള്ള ആ മുഗ്ധഭാവം, ഭഗവാന്റെ സുന്ദരഭാവം. ആസ്വാദ്യമാന നിജ വേണു വിനോദനാദം, സ്വന്തമായിട്ട് ആസ്വദിക്കുമ്പോൾ വേണുനാദം പൊഴിക്കുമ്പോൾ ആസ്വദിച്ച് ഉള്ള മുഖഭാവം. നമുക്ക് പാട്ടൊക്കെ പാടുന്നവർ, അതുപോലെ സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരൊക്കെ അവരുടെ തലയാട്ടുകയും മുഖഭാവങ്ങൾ മാറുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ്? അവരത് ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ ആസ്വദിക്കുന്നത് പോലെ തന്നെ അവരത് ആസ്വദിച്ചാണ് ആ സംഗീതം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഭാവങ്ങൾ അതിനെയൊക്കെ വർണ്ണിച്ചിരിക്കുക. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഭഗവാൻ ഇങ്ങനെ വേണുനാദം പൊഴിക്കുന്നു, സ്വയമായിട്ടത് ആനന്ദിക്കുന്നു. അത് എന്താ? ആർദ്രമാക്കുന്നു. ഏത്? ഭുവനത്തിനെ, ഈ ലോകത്തിനെ മുഴുവനും സ്നിഗ്ധമാക്കുന്നു, കുളിര് പകരുന്നു. കൃഷ്ണൻ്റെ തേജസ്, ഓജസ് ഒക്കെ കൊണ്ട് ഈ ലോകത്തിന് മുഴുവനും കുളിർമ തരുന്ന, കുളിർ കാറ്റ് വീശുന്ന പോലെ കുളിർമ തരുന്ന അരുണപാദ സരോരുഹാഭ്യാം, ചുവന്ന് തുടുത്ത ആ അരവിന്ദങ്ങൾ, ചെന്താമരകൾ, ആ പാദങ്ങൾ ആർദ്രേ മദീയേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആർദ്രമാകുമാറ് അങ്ങനെ എന്ത് ചെയ്യുന്നു? ആക്രീഡത. അതാണ് ആക്രീഡതം എന്ന് വെച്ചാൽ കളിയാടണം. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞു വരണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വേണുനാദം സ്വയം ആസ്വദിക്കുമ്പോഴുള്ള ആ മുഖഭാവങ്ങളെക്കുറിച്ചും ആ പാതാരബന്ധങ്ങളെക്കുറിച്ചുമുള്ള വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത്. ഹരി ഓം.